Next, implicit differentiation. Differentiable both sides of the equation with respect to x, treating y as a differentiable function of x. Next, correct the term with dy by dx on one side of the equation and solve for dy by dx. Problem ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിളാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. Find dy by dx if y square equal to x square plus sin xy. അപ്പോൾ x square y square equal to x square plus sin xy. ഇതിന് രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സൈൻ എക്സ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി ചെയ്യുമ്പോൾ വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ചെയിൻ റൂൾ ഉപയോഗിക്കണം. വൈ സ്ക്വയറിന് എന്താ 2y, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കാണേണ്ടത്. 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. വൈ സ്ക്വയറിനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം, 2y ഇൻറ്റു. ഇനി എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടാണ്. അതുകൊണ്ട് 2x ഇൻറ്റു ഡി എക്സ് ബൈ, അത് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് എഴുതുന്നത്. ഇത് പിന്നെ ഇപ്പോൾ 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ്, ഡി എക്സ് ബൈ ഡി എക്സ് 1 തന്നെയാണ്. അതുകൊണ്ട് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x. ദെൻ സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? ചെയിൻ റൂൾ അനുസരിച്ച് കോസ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ്, എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ആണ്. അപ്പം ഇതുപോലെ എഴുതി കോസ് എക്സ് വൈ, എക്സ് വൈയുടെ ഡെറിവേറ്റീവ് യു വി ഫോമിലാണ്. യു വിയുടെ ഡെറിവേറ്റീവ് എന്താ? വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു പ്ലസ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ആണ്. അതനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പം എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. വൈന് ദെൻ 2y dy by dx ഇവിടെ എഴുതി. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ഇതുണ്ടോ, ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടൈമാണ്. മൈനസ് കോസ് എക്സ് വൈ ഇൻറ്റു എക്സ് ഡി വൈ ഡി എക്സ്. ഈ ടൈം ഇവിടെ തന്നെ എഴുതി. ഇനി കോസ് എക്സ് വൈ ഇവിടെ തന്നെ എഴുതി. അപ്പോൾ അങ്ങനെ എഴുതി. ദെൻ 2y, ഇതിൻ്റെ അകത്ത് നിന്ന് ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്തു. ഇതിൻ്റെ നിന്ന് 2x, എന്നാൽ ഡി വൈ ബൈ ഡി എക്സ് കാണേണ്ടത്. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണേണ്ടത്, ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ആണ്. സൈൻ എക്സ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈ ഡെറിവേറ്റീവ്. ഓക്കെ, അങ്ങനെ ചെയ്യണം. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. സെക്കൻഡ് ഡെറിവേറ്റീവ് വേണ്ടേ? 2x³ മൈനസ് 3y സ്ക്വയർ ഈക്വൽ ടു 8. അപ്പോൾ ഇതിന് രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് 2x³ ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടാണ്. അപ്പോൾ 6x². 3y സ്ക്വയറിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? 3y സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് 6 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ് കിട്ടുക. ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സിന് പകരമാണ് നമ്മൾ വൈ ഡാഷ് എന്ന് എഴുതുന്നത്. 3y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 6y ഇൻറ്റു വൈയുടെ ഡി വൈ ബൈ ഡി എക്സ് ആണ്. 6y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, അതാണ് 6y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സിന് പകരം വൈ ഡാഷ് എഴുതും. ഡി വൈ ബൈ ഡി എക്സിന് പകരം വൈ ഡാഷ് എഴുതി. ഇനി 8ന് ഡെറിവേറ്റീവ് 0 ആണ് 8ൻ്റെ ഡെറിവേറ്റീവ്. ദെൻ അപ്പോൾ ഇതിൻ്റെ നിന്ന് വൈ ഡാഷ് എന്ത് കിട്ടി? ഇത് റൈറ്റ് സൈഡിലേക്ക് പോയി. വൈ ഡാഷ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ വൈ. വൈ നോട്ട് ഈക്വൽ ടു, ഇനി വൈ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്കിത് എക്സിസ്റ്റ് ചെയ്യും. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. ഇതിൻ്റെ എക്സ് സ്ക്വയർ ബൈ വൈയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. എക്സ് സ്ക്വയർ ബൈ വൈയുടെ അത് ഏത് ഫോർമുല വയ്ക്കുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി. അതെന്താ? താഴെ വി സ്ക്വയർ
ഇൻറ്റു വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ആ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വൈ വി എന്ന് പറയുന്നത് ഇവിടെ വൈ ആണ്, വൈ സ്ക്വയർ. മുകളിൽ വി എന്ന് പറയുന്ന വൈ ആണ്. വൈ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് ഈ മൈനസ് യു എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. ഇനി വിയുടെ ഡെറിവേറ്റീവ് വൈയുടെ ഡെറിവേറ്റീവ് വൈ ഡാഷ് ഡി വൈ ബൈ ഡി എക്സ് അതാണ്. അത് കിട്ടി. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ y2 ഡാഷ് ഈക്വൽ ടു ദിസ്. ഇനി ഈ വൈ ഡാഷിൻ്റെ സ്ഥാനത്ത് ഇതെഴുതി. അപ്പോൾ y2 ഡാഷ് ഈസ് ഈക്വൽ ടു ദിസ്. y നോട്ട് ഈക്വൽ ടു 0യിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം നമ്മൾ വൈ സ്ക്വയറിനെ വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതണം. വൈ ക്യൂവിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3y സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അതേസമയം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3x സ്ക്വയർ. നെക്സ്റ്റ് എക്സാമ്പിൾ 5. ഷോ ദാറ്റ് ദ പോയിന്റ് 24 ലൈസ് ഓൺ ദ കർവ്. ഇതാ ഈ കർവിൻ്റെ മുകളിൽ ഈ പോയിന്റ് ഉണ്ടെന്ന് തെളിയിക്കണ്ടേ. അതിന് ഈ കർവിൻ്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ് പ്ലസ് 5y ക്യൂബ് മൈനസ് 9xy ക്കകത്ത് എക്സിന് പകരം 2ഉം വൈക്ക് പകരം 4ഉം കൊടുക്കുക. എക്സിന് 2ഉം വൈക്ക് 4ഉം കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു 0 കിട്ടും. 0 കിട്ടിയാൽ ഈ പോയിന്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ്. അപ്പം ഈ പോയിന്റ് ഈ ഇക്വേഷൻ്റെ ഈ കർവിൻ്റെ മുകളിലുള്ളതാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എക്സിന് പകരം 2ഉം വൈക്ക് പകരം 4ഉം കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടണം. ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അപ്പം ഈ പോയിന്റ് ഈ ഇക്വേഷൻ്റെ ഈ കർവിൻ്റെ മുകളിലുണ്ട്. അത് നമുക്ക് കിട്ടി, 0 എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ കാണേണ്ടത് ദെൻ ഫൈൻഡ് ദ ടാൻജന്റ് ലൈൻ ആൻഡ് നോർമൽ ലൈൻ ടു ദ കർവ്. ഈ പോയിന്റിലുള്ള ടാൻജന്റ് ലൈനിൻ്റെയും നോർമൽ ലൈനിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കണം. ടാൻജന്റ് ലൈനിൻ്റെയും നോർമൽ ലൈനിൻ്റെയും. അപ്പോൾ ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഈ കർവിൻ്റെ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കർവിൻ്റെ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണണം. അപ്പോൾ ആണ് സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈ ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 9xyനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 0നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3x സ്ക്വയർ കിട്ടി. വൈ ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3y സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 9. അതുപോലെ എഴുതി എക്സ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് വൈനെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുക. അപ്പം എക്സ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തു. അപ്പം 3x സ്ക്വയർ ഇവിടെ വന്നു. ഇത് ഡി എക്സ് ബൈ ഡി എക്സ് തന്നെ ഇത് 1 ആണ്. അപ്പം 9y ബാക്കിയുള്ള ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം ഇങ്ങനെ എഴുതി സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് ഇത് കിട്ടി. അതാണ് ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ്. ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പാണത്. നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് 24ൽ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് 24 കണ്ടുപിടിക്കണം. 24ലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ് അറ്റ് 24. അപ്പോൾ 4/3 എന്നായി. ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് 4/3 എന്നാണ്. ഇതാണ് ടാൻജന്റ് ലൈൻ. അതിൻ്റെ സ്ലോപ്പ് 4/3 എന്നാണ്. 4/3 അതാണ് ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ്. അപ്പം 4/3 ആണ്. അപ്പം 24 എന്ന് പറയുന്ന പോയിന്റ് കൂടെ കടന്നു പോകുന്ന ടാൻജന്റ് ലൈൻ ഇക്വേഷൻ y ഈക്വൽ ടു y1 പ്ലസ് m ഇൻറ്റു എക്സ് മൈനസ് x1.
അപ്പോൾ y1 എത്രയാ 4, ഇത് 4. m എത്രയാ 4/5, ഇത് 4/5. x2 എത്രയാ 2, 2, 2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y = 4/5 x + 12/5 എന്ന് കിട്ടും. അതാണ് ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഇതാ ഈ ലൈനിൻ്റെ ഇക്വേഷനാണിത്. ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് കിട്ടുന്നത്. ഇനി നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ, ഇതാണ് നോർമൽ ലൈൻ, ഇതിന് പെർപെൻഡിക്കുലർ, ഇതാണ് നോർമൽ ലൈൻ, പെർപെൻഡിക്കുലർ. അപ്പം ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് 4/5 ആണെങ്കിൽ നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ ഇതിൻ്റെ -4/5 ആയിരിക്കും. ഈ ലൈനിൻ്റെ സ്ലോപ്പ് ഇത് 4/3 അല്ല കേട്ടോ, ഞാൻ നേരത്തെ 4/5 ആണ്. 4/5 ആണ് നേരത്തെ ഇത്, 4/5 ആണ്. ഇനി അതിൻ്റെ 4/5 ആണെങ്കിൽ അതിൻ്റെ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് 4/5. അങ്ങനെയാണെങ്കിൽ നോർമൽ ലൈനിൻ്റെ സ്ലോപ്പ് -5/4 ആയിരിക്കും. -5/4 ആണ്. ഇതാ -5/4. അപ്പോൾ ഇവിടെ നേരത്തെ ഇക്വേഷൻ y = y1 + m × x - x1 ഫോർമുല കൊടുക്കുക. അപ്പോൾ y1 എത്രയാണ് 4, m എത്രയാണ് -5/4, x1 2. അപ്പോൾ നമുക്ക് കിട്ടും നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ ഇത് കിട്ടും. അപ്പം ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇതാണ് ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഇതാണ് നോർമൽ ലൈൻ അതിൻ്റെ ഇക്വേഷൻ. ഇത് നമ്മൾ നോക്കുക. ഇതാണ് ഒരു ലെൻസാണെന്ന് വിചാരിക്കുക. ഇത് ലെൻസ്, ഇതാണ് ടാൻജന്റ് ലൈൻ. ഇതാണ് ആ ലെൻസിൻ്റെ നോർമൽ. ഇതാണ് ഇൻസിഡന്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ. ഇതാണ് ഇത് ഇൻസിഡന്റ് ആംഗിൾ, ഇത് റിഫ്രാക്റ്റഡ് ആംഗിൾ. നമ്മൾ ഈ കർവിനെ ഒരു ലെൻസായിട്ട് കൺസിഡർ ചെയ്താൽ, ഇതൊക്കെയാണ് ലെൻസായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഈ കർവിനെ ഒരു ലെൻസായിട്ട് കൺസിഡർ ചെയ്താൽ ഇതതിൻ്റെ ടാൻജന്റ്, ഇതതിൻ്റെ നോർമൽ. ഇത് ഇൻസിഡന്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ. നെക്സ്റ്റ് സ്ലോപ്പ്, ടാൻജന്റ് ലൈൻ ആൻഡ് നോർമൽ ലൈൻസ്. അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ വെരിഫൈ ദാറ്റ് ദ ഗിവൺ പോയിന്റ് ഈസ് ഓൺ ദ കർവ്. ഈ പോയിന്റ് ഈ കർവിൻ്റെ മുകളിലാണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ എക്സിന് പകരം 2ഉം വൈക്ക് പകരം 3യും കൊടുക്കുക. അപ്പം 1 കിട്ടുമെന്ന് നോക്കാം. എക്സിന് 2, അപ്പോൾ 2² + xy 2 × 3 - 3². അപ്പോൾ എത്രയാ 6, 10. 4 + 6 10 - 9 = 1. ശരിയാണ്. അപ്പോൾ ഈ കർവിൻ്റെ മുകളിൽ തന്നെയാണ് ഈ പോയിന്റ് ഉള്ളത്. ഇനി നമുക്ക് എന്ത് കാണണം? ഫൈൻഡ് ദ ലൈൻ അറ്റ് ദെയർ. ടാൻജന്റ് ലൈനും നോർമൽ ലൈനും, ഈ പോയിന്റിലുള്ള ടാൻജന്റ് ലൈനും നോർമൽ ലൈനും കാണണം. അപ്പോൾ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ x² ഡിഫറൻഷിയേറ്റ് ചെയ്യുക 2x. xy ഡിഫറൻഷിയേറ്റ് ചെയ്യണം പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച്. എക്സിൻ്റെ ഡെറിവേറ്റീവ് y + x × y ഡെറിവേറ്റീവ്, ഇതിനെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചാണ്. ആദ്യം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 × y + x × y ഡെറിവേറ്റീവ് y' - y² ഡെറിവേറ്റീവ് 2y × y' = 1 ഡെറിവേറ്റീവ് 0. അപ്പോൾ അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 എന്ന് കിട്ടി. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇതുപോലെ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു y' എന്നത് y' ഇതാണ്. ഇങ്ങനെ കിട്ടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. y' = 2x + y / 2y - x. ഇതാണ് സ്ലോപ്പ് കിട്ടിയത്. y' സ്ലോപ്പ് കിട്ടിയത്. സ്ലോപ്പ് ആണ്.
സ്ലോപ്പ് അറ്റ് 2 3, 2 3 സ്ലോപ്പ് ഇതിനകത്ത് എക്സിന് പകരം 2ഉം വൈക്ക് പകരം 3യും കൊടുക്കുക. അപ്പം 7/4 2 3 എന്ന് പറയുന്ന പോയിന്റ് സ്ലോപ്പ് 7/4 ആണ്. അപ്പം 7/4 ആണെങ്കിൽ നമുക്ക് ആ പോയിന്റിലെ ആ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അതാണ് ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ. m എത്രയാ? 7/4. y1 എത്രയാ? നമ്മൾ 3. x1 എത്രയാ? 2. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഇതാണ് ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഇനി നോർമൽ ലൈനിൻ്റെ ഇക്വേഷനോ? നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് 7/4 ആണെങ്കിൽ നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ -4/7 ആയിരിക്കും. അതിൻ്റെ ഇൻവേഴ്സിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇക്വേഷൻ കൊടുത്തപ്പോൾ നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ ഇതിൻ്റെ അകത്ത് ഈ സ്ഥാനത്ത് നമ്മൾ -4/5. അപ്പോൾ ഇത് കിട്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ എക്സിന് 3 കൊടുക്കുക, വൈക്ക് -4 കൊടുത്തു കഴിഞ്ഞാൽ 25 കിട്ടും. അപ്പം 3 - 4 ഈ കർവിൻ്റെ മുകളിൽ തന്നെയാണ്. 3 - 4 ആ കർവിൻ്റെ മുകളിലാണ്. ഇനി അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x² + y². x² ഡെറിവേറ്റീവ് 2x, y² ഡെറിവേറ്റീവ് 2y ഇൻറ്റു y'. അപ്പോൾ y' കിട്ടും. y' ഡെറിവേറ്റീവ് കിട്ടും. അതാണ് സ്ലോപ്പ്. ഇനി അതാണ് y' ഡെറിവേറ്റീവ് സ്ലോപ്പ്. ഇനി ഈ പോയിന്റിലെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സിന് 3ഉം വൈക്ക് -4ഉം കൊടുക്കുക. അപ്പോൾ സ്ലോപ്പ് 3/4 എന്ന് കിട്ടും. 3/4 സ്ലോപ്പ് 3/4. അപ്പം ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സ്ലോപ്പ് 3/4 ആണെങ്കിൽ സ്ലോപ്പ് 3/4. അപ്പം y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m എത്രയാ? 3/4. y1 എത്രയാ? -4. അപ്പോൾ ഇവിടെ +4 ആയി. x1 എത്രയാ? 3. അപ്പം ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇതാണ് ടാൻജന്റ് ലൈൻ ഇക്വേഷൻ. ആ പോയിന്റ് ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് എത്രയാ? 3/4. ജനറൽ സ്ലോപ്പ് എത്രയാ? എക്സിലെ ഒരു പോയിന്റിലെ സ്ലോപ്പ് എത്രയാ? ഇത്. ഇനി നോർമലിലെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നോർമലിൻ്റെ സ്ലോപ്പ് ടാൻജന്റിൻ്റെ സ്ലോപ്പ് 3/4 ആണെങ്കിൽ നോർമലിൻ്റെ സ്ലോപ്പ് -4/3 ആയിരിക്കും. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y -4/3 x എന്ന് കിട്ടും. ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.